നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലമർന്ന തൃത്താല മണ്ഡലത്തിൽ വികസന ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവ്. UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെ തുറന്ന വേദിയിൽ വികസന സംവാദത്തിന് വെല്ലുവിളിച്ച് LDF സ്ഥാനാർത്ഥി MB രാജേഷ് രംഗത്തെത്തി. കൂറ്റനാട് നടന്ന LDF നിയോജകമണ്ഡലം കൺവെൻഷനിലാണ് MB രാജേഷ് തുറന്ന വെല്ലുവിളി നടത്തിയത്. തൃത്താലയിൽ 10 വർഷം MLA ആയിരുന്ന VT ബൽറാമിന്റെ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് MB രാജേഷിന്റെ ചോദ്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടി അധികാരത്തിലെത്തിയ MB രാജേഷ് തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തിയാണ് VT ബൽറാമിനെ സംവാദത്തിന് ക്ഷണിച്ചത്. 10 വർഷത്തെ UDF വികസനവും 5 വർഷത്തെ LDF വികസനവും തമ്മിൽ ഒരു തുറന്ന ചർച്ചയാവാമെന്നും UDF സ്ഥാനാർത്ഥി സംവാദത്തിന് വരുമെന്നാണ് പ്രതീക്ഷയെന്നും MB രാജേഷ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തൃത്താലയിലെ പോരാട്ടത്തിൽ ഈ സംവാദ വെല്ലുവിളി വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത്. വികസനത്തെക്കുറിച്ചുള്ള ഈ വെല്ലുവിളി VT ബൽറാം ഏറ്റെടുക്കുമോ എന്ന ആകാംക്ഷയിലാണ് തൃത്താല മണ്ഡലത്തിലെ വോട്ടർമാർ. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഈ നേർക്കുനേർ പോരാട്ടം പ്രചരണ രംഗത്തെ കൂടുതൽ ആവേശഭരിതമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. 5 വർഷവും നടന്ന വികസനവും തമ്മിൽ സമാധാനത്തോടെ അന്തസ്സോടെ ഒരു സംവാദമാവാം. അതിന് വിനീതമായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അപ്പോ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന് UDF സ്ഥാനാർത്ഥി മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. LDFന്റെ അജണ്ട വികസനമാണ്. കേരളത്തിലും അതെ, തൃത്താലയിലും അതെ. നാട്ടിലുണ്ടായ മാറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പുതിയ തൃത്താലയെ സൃഷ്ടിക്കാൻ, നവകേരളം എന്നതുപോലെ ഒരു നവതൃത്താലയെ സൃഷ്ടിക്കാനുള്ള അടിത്തറ നാം ഒരുക്കി കഴിഞ്ഞു. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തൃത്താലയുടെ മുഖഛായ മാറ്റുന്ന കൂടുതൽ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ അവതരിപ്പിക്കും. അതും വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിലെത്തും. അതിനുവേണ്ടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 5 വർഷം തൃത്താലയെ ചൊല്ലി ഒരു വിവാദവും ഉയർന്നു വന്നിട്ടില്ല എന്ന് നാം ഓർക്കണം. തൃത്താലയുടെ പേരിൽ ഒരു വിവാദവും കഴിഞ്ഞ 5 വർഷം ഉയർന്നു വന്നിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ളവരെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്.